അപ്പം നമുക്ക് ഇന്നൊരു ഷവർമ ഉണ്ടാക്കാം. ഷവർമയ്ക്ക് കുബൂസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യാം. 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഈസ്റ്റും കൂടെ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഇളക്കി വെക്കാം. നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. കുബൂസ് ഉണ്ടാക്കാൻ നമ്മൾ 1/2 കിലോ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ മുമ്പേ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചത് ചെറിയ ചൂടുവെള്ളമായിരുന്നു. ഇത് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഷവർമ ഉണ്ടാക്കുക. ഷവർമയ്ക്കുള്ള കുബൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കലപരിപാടി കൂടെ നടക്കട്ടെ. കുഴച്ച് വെക്കണം കുറേ നേരം. എല്ലാം റെഡിയായി കഴിയുമ്പോൾ വിളിക്കണേ. കുറേ സമയം എടുക്കും. അത് കുഴപ്പമില്ല. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തേച്ചു. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഇനി 1 മണിക്കൂർ എടുക്കുമോ? ഇതൊന്ന് പുളിച്ച് പൊങ്ങി വരണം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുകയല്ല, ഞാൻ തിന്നാനായിട്ടാണ് നിൽക്കുന്നത് ഇന്ന്. ഇന്ന് ഷവർമ തിന്നിട്ടേ ഉള്ളൂ. അല്ല, അമ്മയ്ക്ക് അറിയത്തില്ല ഉണ്ടാക്കാൻ. അല്ല, ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നോക്കിയാൽ അറിയാം. ഞാനിതൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല. ന്യൂ ജനറേഷന്റെ ആയിരിക്കും ഈ സാധനം. ഇതൊക്കെ പിള്ളേർക്ക് വിട്ടുകൊടുത്തേക്കുന്ന സാധനം. നമ്മള് പഴയ പാചകക്കാരാ. എന്നാ ഒരു കാര്യം, അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്. ഷവർമയ്ക്കുള്ള ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാവേ. ഇത് ഈ വലിപ്പം മതിയോ അതോ? ഇത് മതി, അല്ലെങ്കിൽ വറുത്തെടുക്കുമ്പോൾ. കുഞ്ഞിക്കാണെങ്കിൽ ചിക്കൻ കേൾക്കുമ്പോഴേ ചിക്കൻ്റെ ആളാണ്. എവിടെ ചിക്കൻ ഉണ്ടോ അവിടെ നമ്മളുണ്ട് അല്ലേ കുഞ്ഞി? അങ്ങനല്ലേ? നമുക്ക് ഷവർമയ്ക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ ഒന്ന് പുരട്ടി വെച്ചേക്കാം. പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഇടുന്നതെന്ന്? കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, ചിക്കൻ മസാല, ഉപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് പുരട്ടി വെച്ചേക്കാം. അത് മസാല പിടിച്ചിരിക്കട്ടെ. മറ്റേപ്പം കരിങ്ങാപ്പിയും കഴിച്ചാലോ? കഴിച്ചേക്കാം. കഴിക്കും. തണുപ്പുണ്ടോ? ചൂട് കാപ്പിക്ക് തണുപ്പില്ല, പക്ഷെ പ്രകൃതി തണുപ്പാണ്. ക്യാമറമാൻ വരുവാണെങ്കിൽ മട്ടയപ്പം കിടക്കുന്നുണ്ട്. കഴിച്ചോ? കുബൂസിനുള്ള റോള് പിടിക്കാൻ പോകണം. ഇത് മാവ് നമ്മൾ മുമ്പേ കുഴച്ച് വെച്ചതല്ലാതെ ഉണ്ട്. ഇതുപോലെ ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്നുകൂടി ഇളക്കി ബോളാക്കി വെക്കാം. ഓക്കെ. നമ്മുടെ കുബൂസിൻ്റെ ബോളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ കൂടി കൊടുക്കാം. ഇത് റൗണ്ടിലൊന്ന് പരത്തിയെടുക്കാം. റൗണ്ട് ആകുമായിരിക്കും. ആവോ? എന്നാണ് പരീക്ഷണമാണ്, വിജയിക്കണേ. ഒത്തിരി കട്ടി കുറയ്ക്കണ്ട. ചപ്പാത്തിയുടെ അത്രയും കട്ടി കുറയ്ക്കണ്ട. കുബൂസിന് കട്ടിയുണ്ട്. കട്ടിയുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല മയമുള്ള നല്ല കുബൂസ് കിട്ടിയല്ലേ? അമ്മേ, ഇതാണ്ട കുബൂസിനുള്ള
സംഭവമൊക്കെ പരത്തി റെഡി ആയിക്കൊണ്ടിരിക്കുക. പരത്തട്ടെ. എനിക്ക് ഈ പരത്തൊരു വശമല്ല. ചിക്കൻ ഫ്രൈ ചെയ്തോ? ഒരു കാര്യം ചെയ്തതിൻ്റെ ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തു. ഒരു 10-20 മിനിറ്റ് ഇവിടെ 10 മിനിറ്റോടെ കഴിയണം. തീരെ സീരിയൽ കണ്ടോണ്ടിരിക്കുക. സീരിയൽ തീരാതെ ഞാൻ വരുവ. കുബൂസൊക്കെ പരത്തിയെടുക്കുന്ന സമയം കൊണ്ടേ നമുക്ക് നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാം. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇന്നെങ്ങാനും ഞങ്ങൾക്ക് ഇത് ശരിയാക്കി തരുമോ? കുഞ്ഞി, എന്തോ ഇതൊക്കെ റെഡി ആയി കഴിയുമ്പോൾ ഇനി വന്നേച്ചാൽ മതി. അതുവരെ ഞങ്ങളിത് ഉണ്ടാക്കിക്കോളാം, നിങ്ങളങ്ങ് പോക്കോ. നമുക്കേ ഷവർമ്മയ്ക്ക് ഫില്ല് ചെയ്യാനുള്ള പച്ചക്കറിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നാൽ ഞാനിത് അരിഞ്ഞേക്കാം. നമ്മുടെ കുബൂസ് എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമുക്കൊന്ന് മറിച്ചിടാം. നമ്മുടെ കുബൂസൊക്കെ ഇങ്ങനെ പൊങ്ങി ബോളായി വന്നിട്ടുണ്ട്. നമുക്ക് മയോണൈസ് കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുട്ടയുടെ വെള്ള 2 മുട്ടയുടെ വെള്ള എടുത്ത് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക, ഒരു 3 സ്പൂണ്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യം മയോണൈസ് ഒഴിക്കാം. 2 സ്പൂൺ ഒഴിച്ചിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ ഇടാം. ക്യാബേജും ക്യാരറ്റും കുക്കുംബറും. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. ഇത് ബട്ടർ പേപ്പറിനകത്ത് റോൾ ചെയ്ത് വെക്കുന്നത്, പക്ഷേ പേപ്പർ വാങ്ങിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം പേപ്പറില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ വെക്കാം. നമ്മുടെ ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.